Doctor, the most challenging thing the MRI is facing now is the sales call time because there are not less than 15 to 20 to 30 representatives uh, seeing a good potential doctor, and within that limited time, he or she has to prove his potential in the cabin, and within this limited time, he has to promote the brands and make the doctor convinced to write the products also. മുമ്പൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇത്ര കമ്പനീസ് ഇല്ല. വളരെ അതെ. ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 6 or 10 കമ്പനീസേ ഉള്ളൂ. ഇപ്പോൾ അതുമാതിരി തന്നെ ബ്രാൻഡ്സ് ആണെന്ന് വെച്ചാലും ഓരോ കമ്പനിയുടെ മോണോപ്പൊളിയാണ് അവർ. ഇപ്പോൾ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ഒരു കമ്പനിക്ക് ഒരു ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ അതേ ബ്രാൻഡ്സ് ഒരു 10 to 20 കമ്പനീസ് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് മോർ ചലഞ്ചിങ് ആണ് ഡോക്ടർ. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റഡ് ടൈമിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഈ പ്രൊഡക്ട്സ് കൺവിൻസ് ചെയ്ത് എഴുതിപ്പിക്കുക എന്നുള്ളൊരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. ഡോക്ടർ, ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചലഞ്ച് ഈസ് ദാറ്റ് അപ്പോൾ നമ്മളൊരു ഗുഡ് പൊട്ടൻഷ്യൽ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ അത് അരമണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂറോ ഇതിൽ കൂടുതലോ ആവാം. നമുക്കത് ഇഫ് വെർത്ത് കോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ അപ്പോഴായിരിക്കും പറയുക ഡോക്ടർ ഒന്നും കാണില്ല. അപ്പോൾ നമുക്കവിടെ പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ടാവും, നേഴ്സുമാർ ഉണ്ടാവും. അപ്പോൾ അവർ നേരത്തെ തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുമ്പോൾ തന്നെ ഇന്ന് ഡോക്ടറെ കാണില്ല, ഡോക്ടർ ബിസിയാണ്, അല്ലെങ്കിൽ ഡോക്ടർ തിയേറ്ററിൽ പോകണം, ഇന്ന് റെപ്സിനെ കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം വേറൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറൊരു കോഴ്സിലേക്കോ അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് നമ്മൾ മൊത്തം MRൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സ് ബുക്ക് ചെയ്യണം. നമുക്ക് ഒരു ദിവസം 10 പേരെ കാണുള്ളൂ, 20 പേരെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഓർത്തോ ഡോക്ടറാണ് നമുക്ക് പിന്നെ ഒരു ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്ക് ഡോക്ടറെ കണ്ടത് പ്രൊമോട്ട് ചെയ്യണം. കമ്പനിയുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് ആ ടൈം കിട്ടിയില്ല. ചിലപ്പോൾ ടെലിഫോൺ ചെയ്തിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ പോയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ആ ഒരു 8:30 to 9 10 പേര് ബുക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലേഡി ആകുമ്പോൾ അതിനുള്ള ചലഞ്ചസ് നമുക്കിപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണതിൻ്റെ ഇടയിലാണ് ഒരു ഇത്തിരി മാറിപ്പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എൻഗേജ്ഡ് ആയിരിക്കും, ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ അത് ആ ടൈം കഴിഞ്ഞാൽ നമ്മൾക്ക് പറയും ഓൾറെഡി ബുക്ക്ഡായി, ഇനി ഇന്നില്ല എന്ന് പറയും. പിന്നെ നമുക്ക് അതേ ദിവസം ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കിട്ടുക അങ്ങനെ. അപ്പോൾ ചിലവിടെയെങ്കിലും നമ്മൾ ലേഡീസിന് ഒരു പ്രിഫറൻസ് ചോദിക്കാറുണ്ട്, പല ഡോക്ടേഴ്സും തന്നിട്ടുണ്ട്. നമ്മൾ അപ്പോൾ ജെൻസിനെ മാതിരി അല്ലല്ലോ ഡോക്ടർ. മീൻസ് എന്താ വെച്ചാൽ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും ഉണ്ടാവും, ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാം നോക്കിയിട്ട് വേണം, കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ലേഡീസിന് ഇത്ര എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ അതൊരു നമുക്കൊരു സ്ലോട്ട് ലേഡീസിന് വേണ്ടി ഡോക്ടർ 10 പേര് കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 slots ladies. I think that's a good idea. അപ്പോൾ നമ്മൾ ഈ പിന്നെ കാരിയേഴ്സ് ആണ് എന്നുള്ളൊരു കോവിഡ് കാരിയേഴ്സ് ആണ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷനാണ് ഇതിൻ്റെ പുറകിലുള്ളത്, വേറെ ഒന്നുമല്ല. പക്ഷെ നമുക്കറിയാം ഏറ്റവും കുറവ് അസുഖം ഈ കോവിഡ് വരാതിരുന്നിരിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ്സിനാണ്. എന്താ വെച്ചാൽ നമ്മൾ അത്രയും അറ്റ്മോസ്റ്റ് കെയർ എടുക്കുന്നത്. എന്താ വെച്ചാൽ വി ഹാവ് അവർ ഓൺ ഫാമിലി, എൽഡർലി പേഷ്യൻസ് വീട്ടിലുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാസ്ക് ഇടുന്നത് മാത്രമല്ല, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നേരെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടുകാരുടെ അടുത്തേക്ക് തന്നെ പോണത്. നമ്മളൊരു എല്ലാ സാനിറ്റൈസർ, ഈവൻ വാച്ച് ആണെച്ചാലും ബാഗ് ആണെച്ചാലും എല്ലാം നമ്മൾ അത്രയും കെയർ എടുക്കുന്നുണ്ട്. നമ്മളൊരു അസുഖം പെട്ടെന്ന് ഒരു കൺസെപ്ഷൻ ശരിയില്ല. പിന്നെ നമ്മൾ ഈ മഴയത്താണെച്ചാലും വെയിലത്താണെച്ചാലും ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഷീറ്റിനടിയിൽ നിന്ന് ഉരുകുക എന്ന് കാണിച്ചാൽ പറയാം. നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സോ കുടിക്കാനുള്ളൊരു വെള്ളമോ ഒന്നും ഒരു മാനേജ്മെന്റ് നമുക്ക് തന്നിരുന്നില്ല ആ സമയത്ത്. നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുകയാണ്, എപ്പോഴാണ് ഒരു ഡോക്ടർ പുറത്തേക്ക് വരിക എന്നുള്ളത്. ആ ഡോക്ടർ പുറത്തേക്ക് വരുന്ന ഡോക്ടറുടെ ഒരു ഇതിനനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ബാഗ് എടുത്ത് വിഷ്വലൈഡൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു LBLോ ഒരു പിന്നെ പ്രൊഡക്റ്റ് റേഞ്ച് കാർഡും വെച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ അവെയറാണ് ഏത് ഡോറിൽ കൂടെയാണ് ഡോക്ടർ വരുന്നത്. കാറിനടുത്തേക്ക് വരുമ്പോൾ കാറിൽ കയറുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളിങ്ങനെ തേനീച്ച മാതിരി ഡോക്ടേഴ്സിന് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്കറിയാം. ഇതുകൊണ്ട് നമുക്ക് എല്ലാ ഗുണം കിട്ടുന്നുണ്ടോ, ഡോക്ടർ ഓർമ്മിക്കും എന്നുള്ളതൊന്നും അല്ല. പക്ഷെ കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല, ഡോക്ടർ മറന്നു പോകാൻ പാടില്ല, ആ പ്രതീക്ഷയില്ല. പക്ഷെ ചില ഡോക്ടേഴ്സ് നിന്ന് നമുക്ക്
അത് എല്ലാവരും ക്ഷമയോടുകൂടെ ശരി ശരി ഞാൻ എഴുതാം, എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ആ ധൃതിക്ക് അനുസരിച്ച് ഞാൻ എല്ലാം അറിയാട്ടോ എന്ന് പറഞ്ഞ് പോണവരുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അതിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചിലപ്പോൾ രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ സർജറിക്ക് പോവും. അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ നമുക്കൊന്നുമില്ല, ആരതും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഡോക്ടർ ഞങ്ങളുടെ പ്രൊഫഷൻ ഇത്രയും ഒരു ഇതാണോ, നമ്മളിങ്ങനെ പുറത്ത് നിർത്താൻ മാത്രം എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ലേഡീസൊക്കെ ആകുമ്പോൾ പലർക്കും ഈ ഒരു ഏജൊക്കെ ആകുമ്പോൾ നമുക്ക് ലോ ബാക്ക് പെയിൻ നിൽക്കാൻ പറ്റില്ല കൂടുതൽ. ഞാൻ ശരിക്കും ലിറ്ററലി താഴ്ത്തിരുന്നുണ്ട്, ബാഗും വെച്ചിട്ട് താഴ്ത്തിരുന്നുണ്ട്, നിൽക്കാൻ വയ്യാതെ ഇരുന്നിട്ടുണ്ട്. ഡോക്ടർ വരുമ്പോൾ ഓടിപ്പോവുക, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിലും അധികമാണ് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്. അതുമാതിരി തന്നെ ഇപ്പം നമ്മൾ ചിലപ്പം രാവിലെ പോയി വർക്ക് ഒരു ഉച്ചയ്ക്ക് കൂടെ കഴിഞ്ഞു, ചിലപ്പോൾ നമുക്ക് വേറെ കുറച്ച് കോഴ്സ് ഈവനിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഗെയിൻ വീട്ടിൽ വന്ന് ആദ്യം പിന്നെ കുളിക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഒക്കെ എടുത്ത് വന്ന് രണ്ടാമത് മുമ്പ് സെയിം ഈ ഇതൊക്കെ പിന്നെയും പോയി വന്നിട്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ളിൽ കയറാതെ ചിലപ്പോൾ പുറത്തിരിക്കും. എന്താ വെച്ചാൽ ഇനിയും പോകണമല്ലോ ഫീൽഡിലേക്ക്, പിന്നെ ആദ്യം ഇതൊക്കെ പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ളവർക്ക് ഇത് വരണ്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ആ ടൈം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ ആദ്യം പുറപ്പെട്ടു പോകും. ആ സമയത്ത് കുറേ നല്ലോണം നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് പീപ്പിൾ ലിസണിങ് ഞങ്ങളുടെ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റം മാറ്റം പ്രതീക്ഷിക്കുന്നു ഞങ്ങള്.